ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ചെട്ടികുളങ്ങര അമ്പലം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഈ അമ്പലത്തിൽ പൂജിച്ച ചരടും ഈ അമ്പലത്തിൽ പൂജിച്ച പേനയും ഇല്ലാണ്ട് ഒരു പരീക്ഷ പോലും എഴുതില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ബിടെക് വരെ എല്ലാ പരീക്ഷകളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എഴുതിയത്. ഞാനിവിടെ നാട്ടിലില്ലെങ്കിലും എൻ്റെ ഏതൊരു കാര്യത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തൊരു കാര്യത്തിനും എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ദേവിക്ക് വേണ്ടി ഒരു കോയിൻ മാറ്റി വെക്കാറുണ്ട്. ഞാനല്ല, എൻ്റെ അമ്മയാണ് കേട്ടോ കോയിൻ ഇടാറുള്ളത്. എന്നിട്ട് ആ കോയിനൊക്കെ ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് കൊണ്ട് ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. എല്ലാം അവിടെയാണ് ഏൽപ്പിക്കാറ്. അങ്ങനെ തന്നെ വേണം പറയാൻ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അതേപോലെയാണ് ഈ ഒരു അമ്പലവും ഇവിടുത്തെ ദേവിയും. ഞാൻ എൻ്റെ എപ്പോഴും പറയും, അമ്മ അറ്റ്ലീസ്റ്റ് വീഡിയോ കോളിലെങ്കിലും കാണാമല്ലോ. എനിക്ക് ഈ അമ്പലം ഇവിടുത്തെ ദേവീനെ ഞാൻ ഇനിയും അടുത്ത വട്ടം വരുമ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്. അത്രയും ഉള്ളുകൊണ്ടൊരടുപ്പം ഈ അമ്പലമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ ഓണാട്ടുകരക്കാർക്കും ഉള്ളതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ താലി പൂജിച്ചതും കാശിയുടെ ചോറൂണും ഒക്കെ ഇവിടെയായിരുന്നു. ഈ ഒരു നടയിൽ വന്നിട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്ക് നല്ലതാണെങ്കിൽ അത് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ലൈഫിൽ എല്ലാം സംഭവിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്.